ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൻസൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ്. വരൂ, ഇസഡ് വേയിലേക്ക് ഏവർക്കും സ്വാഗതം. വൈനക്കാവ് പാലത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഈ കാണുന്ന പാലം സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ്. തമിഴ്, തെലുങ്ക് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അല്ലു അർജുൻ നായകനായ ആര്യ എന്ന സിനിമയിലെ ഒരു സോങ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. കൂടാതെ മലയാളത്തിലെ വജ്രം, ദൃശ്യം, മീരയുടെ ദുഃഖം, മുത്തുവിൻ്റെയും എന്നിങ്ങനെ പല സിനിമകളുടെയും ഇഷ്ട ലൊക്കേഷൻ കൂടിയായിരുന്നു ഈ പാലം. ഈ പാലം അടുത്തിടെയാണ് പൂർത്തീകരിച്ചത്. ആര്യയിൽ കാണാൻ കഴിയും, പകുതി വരെയാണ് അന്ന് നിർമ്മിച്ചിരുന്നത്. മലങ്കര ജലസംഭരണിയുടെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകൾക്കും നടുവിലാണ് ഈ പാലം ഉള്ളത്. ആദ്യകാലങ്ങളിൽ ഈ പാലത്തിൻ്റെ ഒരു വശം മാത്രമാണ് നിർമ്മിച്ചിരുന്നത്. ആ കാലത്ത് മുള കൊണ്ട് ഒരു മനോഹരമായ ചെങ്ങാടം ഈ പാലവുമായി ബന്ധിപ്പിച്ചിരുന്നു. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഈ പാലത്തിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനടയാത്രയായി മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പാലത്തിൻ്റെ വശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നമുക്ക് പാലം വന്ന് കാണാൻ സാധിക്കുന്നതാണ്. വായനക്കാവ് പാലം സ്ഥിതി ചെയ്യുന്നത് കുടയത്തൂർ ഗ്രാമത്തിലാണ്. കുടയത്തൂർ ഗ്രാമം വളരെ മനോഹരമായ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇളവിയപ്പൂഞ്ച മലനിരകളും അതിൻ്റെ താഴ്ഭാഗത്തിൽ കൂടി ഒഴുകുന്ന തൊടുപുഴയും കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് തന്നെ മെയ് മാസത്തിലാണ്. മെയ് മാസത്തിൽ വളരെ ചൂടുള്ള സമയമാണ്. ആലുവയിൽ നിന്നും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വളരെ തണുത്ത കാറ്റും തണുത്ത അന്തരീക്ഷവുമാണ് നമുക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു എനർജി തന്നെയാണ് ഈ പാലവും ഇവിടുത്തെ കാഴ്ചകളും ഞങ്ങൾക്ക് സമ്മാനിച്ചത്. കുറേ നേരം സമയം ചെലവഴിക്കാൻ തന്നെ സാധിക്കുന്നതാണ്. തീർച്ചയായും ഫാമിലിയായും ഫ്രണ്ട്സായും നിങ്ങൾക്ക് ഒരു വൺ ഡേ ട്രിപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും വായനക്കാവ് പാലവും കുടയത്തൂർ ഗ്രാമവും കാണേണ്ടത് തന്നെയാണ്. പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ച മനോഹരമായ കാഴ്ചകൾ തന്നെയായിരിക്കും ഇത്. തീർച്ചയായും നിങ്ങൾ ഇത് മിസ്സാക്കരുത്. തൊടുപുഴ നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു ചെറിയ അണക്കെട്ടാണ് മലങ്കര അണക്കെട്ട്. മൂവാറ്റുപുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. 1994 ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തീകരിച്ചത്. 75 അടി ഉയരവും 1500 അടി നീളവുമുള്ള ഈ ഡാമിന് 154 സ്ക്വയർ കിലോമീറ്റർ ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്. ഈ കാണുന്നതെല്ലാം ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ്, അഥവാ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ കുറേ നേരം ചെലവഴിക്കാൻ സാധിക്കുന്നതാണ്. സമയം പോകുന്നതേ അറിയില്ല. വളരെ മനോഹരമായ കാഴ്ചകളും കാഴ്ചാ വിസ്മയങ്ങളും തന്നെയാണ് ഇവിടം നമുക്ക് സമ്മാനിക്കുന്നത്. കൂടാതെ നീന്താൻ അറിയുന്നവർക്ക് ഇവിടെ നീന്തി കുളിക്കുവാനും അവസരമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നീന്താൻ അറിയുന്നവർ മാത്രം വെള്ളത്തിലിറങ്ങുക. കാരണം ഇവിടെ ചില സ്ഥലങ്ങളിൽ നിലയില്ലാത്ത ഏരിയയാണ്, അത് നമുക്കറിയില്ല. ചതുപ്പുള്ള ഏരിയയും കൂടിയാണ്, ചിലപ്പോൾ താഴ്ന്നു പോവാം. നീന്താൻ അറിയുന്നവർ പോലും രക്ഷപ്പെടണമെന്നില്ല. നീന്താൻ അറിയുന്നവർ മാത്രം വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി. വളരെ മനോഹരമായ കാഴ്ചകൾ അല്ലാതെ തന്നെ കരയിൽ നിന്നായാലും നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഫോട്ടോഷൂട്ടിനും ഫോട്ടോഗ്രാഫിക്കും പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ പാലവും പാലത്തിനോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും. വായനക്കാവ് പാലത്തിനോട് അടുത്തായി തന്നെ വായനക്കാവ് ദേവീക്ഷേത്രം കാണാൻ സാധിക്കുന്നതാണ്. മനോഹരമായ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും നമുക്ക് കാണാനും ദർശിക്കാനും കഴിയുന്നതാണ്. ഇവിടെ പ്രത്യേകമായി
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേസ്റ്റുകൾ ഇവിടെ വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക്കും മറ്റുമുള്ള സാധനങ്ങൾ നമ്മുടെ തന്നെ ഉത്തരവാദിത്തത്തിൽ ക്ലീൻ ആക്കേണ്ടതുമാണ്. ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഗ്രാമങ്ങളിൽ ഒന്നാണ് കുടയത്തൂർ ഗ്രാമം. കുടയത്തൂരിലെ വായനക്കാവ് ദേവീക്ഷേത്രവും വായനക്കാവ് പാലവും ഏറെ മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ്. ദേവീക്ഷേത്രത്തിനോട് അടുത്തുള്ള സ്ഥലമാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. സിനിമാക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ലൊക്കേഷൻ ആയതിനാൽ തന്നെ ഏത് സമയത്തും ഇവിടെ ഒരു സിനിമയുടെയെങ്കിലും ഷൂട്ടിംഗ് കാണാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾ പോയ സമയത്തും ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷന് വേണ്ടി സെറ്റിടുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ സെറ്റ് ഏകദേശം 1 മാസമായി തുടങ്ങിയിട്ട് ഇപ്പോഴും സെറ്റിടിൻ്റെ പണികൾ പുരോഗമിച്ചിരിക്കുകയാണ്. സ്കൂള് ആണെന്ന് തോന്നുന്നു, അത് പണിതുകൊണ്ടിരിക്കുകയാണ്. സിനിമക്കാർ എപ്പോഴും അവിടെയുണ്ടാവും. ഈ കാണുന്നതാണ് കുടയത്തൂർ പാലം. കുടയത്തൂർ പാലം വളരെ നാരോ പാലമായതിനാൽ തന്നെ ഒരു വണ്ടി പ്രവേശിച്ചതിന് ശേഷം അത് പോയി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വണ്ടിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു സിഗ്നൽ സംവിധാനമുണ്ട്, ശ്രദ്ധിക്കുക. റെഡ് കാണുകയാണെങ്കിൽ വണ്ടി അവിടെ നിർത്തിയിടുക. ഗ്രീൻ സിഗ്നൽ ആകുമ്പോൾ മാത്രം നമുക്ക് പോകാവുന്നതാണ്. കുടയത്തൂർ പാലത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ പാലത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വായനക്കാവും കുടയത്തൂർ ഗ്രാമത്തിൻ്റെയും കാഴ്ചകളും കാഴ്ചാവിസ്മയങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. യാത്രകൾ തുടരുകയാണ്.